ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. ഇന്നലെ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ഗ്ലോബൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് അമേരിക്കൻ മാർക്കറ്റിലും കണ്ടിന്യൂ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലൊരു മിക്സഡ് ട്രെൻഡാണ്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും ഈ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ ചൈനീസ് മാർക്കറ്റുകൾ ഏഷ്യൻ മാർക്കറ്റിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സെൽ ഓഫ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സജഷൻ കൊടുക്കുന്നുണ്ട് ഹയർ ലെവലിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം എന്നുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനൊക്കെ അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. അല്ലാത്ത ഇൻവെസ്റ്റേഴ്സ് ഒരുപക്ഷെ ഹയർ ലെവലിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ പാനിക്കിനുള്ള വലിയ ഒരു കോസൊന്നും അല്ല. എന്നിരുന്നാലും മാർക്കറ്റിലൊരു അൺസർട്ടനിറ്റി ഹയർ പിയിൽ ട്രേഡ് ചെയ്യുന്ന കാരണം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 2024 ജനറൽ ഇലക്ഷൻ്റെ ഔട്ട്കം എക്സ്പെക്റ്റഡ് ഇപ്പോൾ 5 സ്റ്റേറ്റിലത്തെ അസംബ്ലി ഇലക്ഷന് ശേഷം വന്നിട്ടുള്ള എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള മാർക്കറ്റ് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഫർദർ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒപ്പം ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷനും ഇന്ത്യൻ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് വീണ്ടും പുതിയ ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം 475.92 പോയിൻറ്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ S&P 500 പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിട്ട് 70.02 പോയിൻറ്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്കും അതുപോലെ തന്നെ 225.28 പോയിൻറ്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. റസൽ 2000 ഇൻഡെക്സ്, അതായത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 40 പോയിൻറ്റ് ഡൗൺ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് മിനിഞ്ഞാന്ന് 12.58 ആയിരുന്നു. ഇന്നലെ 13.67 ക്ലോസ് ചെയ്തത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു വൊളാറ്റിലിറ്റീനെ തന്നെയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ കാണുന്നത്. പക്ഷേ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്റ്റേബിളാണ്. ഇന്നലെ $247.7 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $250 പെർ ഔൺസിനാണ്. ഇന്നത്തെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ $2 ഡിഫറൻസേ ഉള്ളൂ പെർ ഔൺസിൽ. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് തന്നെയാണ്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്ത് $79.7 പെർ ബാരലിനാണ്. ഇന്ന് മോർണിംഗിൽ $79.5 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ നല്ല ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽ ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ ഇന്നലെ വന്നിട്ടുള്ള ഡാറ്റകളെല്ലാം തന്നെ അമേരിക്കൻ എക്കണോമിക്ക് പോസിറ്റീവാണ്. അതുപോലെ തന്നെ UK വന്നിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയും UK പൊതുവെ പോസിറ്റീവാണ്. ഇൻഫ്ലേഷൻ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ മേജറായിട്ടുള്ളൊരു ഇവൻ്റ് എന്ന് പറയുന്നത് ടെലികോം ബില്ല് ഇന്നലെ ലോക്സഭ പാസ്സാക്കിയിട്ടുണ്ട്. സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസിനൊക്കെ പെർമിഷൻ കൊടുക്കുന്ന ബില്ലാണിത്. തീർച്ചയായിട്ടും എയർടെൽ അതുപോലെ തന്നെ നെൽകോ, ലിസ്റ്റ് ചെയ്യാത്ത സ്പേസ് എക്സിൻ്റെ സ്റ്റാർലിങ്ക്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവാണ്. റിലയൻസിന് ഇത് പോസിറ്റീവ് തന്നെയാണ്. കാരണം റിലയൻസും ഇപ്പോൾ സാറ്റലൈറ്റ് സർവീസസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം സാറ്റലൈറ്റ് സർവീസസിൽ കൊടുക്കുന്ന ഇൻ്റർനെറ്റ് സർവീസസിന് റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് വോഡാഫോണിന് റിലയൻസിനൊന്നും ബാധിക്കാനായിട്ട് സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിസിഷൻ അല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്തുനിന്ന് വന്നിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടം കൊടുത്തിട്ടുള്ള കമ്പനികളിൽ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഡയറക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളിൽ ഉണ്ടാക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ RBIയുടെ ഡിസിഷൻ വളരെ ഇൻ്റലിജൻറ്റ് ഡിസിഷനാണ്. കാരണം RBIയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള അൺലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ ഉണ്ടെങ്കിൽ അതിൽ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് RBI വിലക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു മൂവാണ്. പക്ഷേ ഇനീഷ്യൽ ലെവലിൽ ഒരു നീജർക്ക് നെഗറ്റീവ് റിയാക്ഷൻ ഓൾറെഡി ഇന്നലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ആ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഈ ന്യൂസിൻ്റെ ബേസിസിൽ പല NBFCകളിലും അതുപോലെ തന്നെ ബാങ്കുകളിലും, അതായത് ബാങ്കുകളൊക്കെ ചിലപ്പോൾ പലതും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളൊക്കെ ഒരു പക്ഷേ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ IIFൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് കടം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് തന്നെയാണ് NBFCകൾ, പ്രത്യേകിച്ച് പിരമൽ എൻ്റർപ്രൈസ്, ഇന്ത്യ ഇൻഫോലൈൻ, IIFL ഫിനാൻസ്, ഈ കമ്പനികൾക്കൊക്കെ നേരിടാൻ പോകും.
പോകുന്നത്. ഒരു മാസത്തിനുള്ളിൽ ഒന്നുകിൽ ഈ പൊസിഷൻസ് ലിക്വിഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ 100% പ്രൊവിഷൻ കവറേജ് റേഷ്യോ കൊടുക്കണം എന്നാണ് RBI പറഞ്ഞിട്ടുള്ളത്. അതിന് നെഗറ്റീവ് റിയാക്ഷൻ NBFC സെക്ടറിലും ബാങ്കിങ് സെക്ടറിലും പൊതുവെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഒരു പക്ഷേ ചെറുതായിട്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പല ന്യൂസുകളുണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡിന് 488.25 കോടി രൂപ ഡിഫൻസ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. മസഗൻ ഡോക്കിന് അതുപോലെ തന്നെ 1615 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഒപ്പം സോണിയും സിയും തമ്മിലൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അവരുടെ മെർജർ ഡേറ്റ് എക്സ്റ്റൻഷൻ സംബന്ധിച്ച്. അപ്പോൾ ഈ ഡീല് ഓൾമോസ്റ്റ് ത്രൂ ആണെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഒരു പക്ഷേ സി ഇന്ന് ബെറ്റർ പ്രൈസിങ് കാണിക്കാൻ ചാൻസസ് ഉണ്ട്. ബെറ്ററായിട്ട് ട്രേഡ് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. നമ്മളെ സംബന്ധിച്ച് ഇനി വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നെൽക്കോ സാറ്റലൈറ്റ് സർവീസസ് രംഗത്തുള്ള ടാറ്റയുടെ കമ്പനിയാണ്. ടെലികോം ബില്ല് പാസ്സായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഫ്ലൈറ്റുകളിലൊക്കെ ഫ്ലൈറ്റ് ഇൻ്റർനെറ്റ് സർവീസസ് ഒക്കെ കൊടുക്കാൻ പോകുന്നത് നെൽക്കോ ആണ്. നെൽക്കോ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. DLF അവരുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോറുകളും കമേഴ്ഷ്യൽ പ്ലോട്ടുകളൊക്കെ വിത്തിൻ അവേഴ്സിനുള്ളിലാണ് വിറ്റ് പോയിരിക്കുന്നത്. 1400 കോടി രൂപയ്ക്ക് ഹ്യൂജ് ഡിമാൻഡാണ് റിയൽ എസ്റ്റേറ്റിന് കാണുന്നത്. അതുകൊണ്ട് DLFലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലോവർ ലെവലിൽ നിന്നൊരു ഭയമൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ആൾക്കാർഗോ ലോജിസ്റ്റിക് റെക്കോർഡ് ആക്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് January 2 3:1 ബോണസ് ഇഷ്യൂ ആണ്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങി വയ്ക്കാവുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഇന്നലെ ലോങ് ടൈമിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള വരുൺ ബിവറേജസ് ആണ്. മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈമിലേക്ക് ധൈര്യമായിട്ട് വാങ്ങി വയ്ക്കാം. അതുപോലെ തന്നെ ഹിൻഡാൽക്കോ ഹ്യൂജ് എൻട്രി ആണ് ലിഥിയം അയൺ ബാറ്ററി റെയിൽവേ സെഗ്മെൻറ്റിലേക്കൊക്കെ നടത്തിയിട്ടുള്ളത്. ഹിൻഡാൽക്കോ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങി വയ്ക്കാം. ഒപ്പം റെയിൽവേ സ്റ്റോക്കുകൾ, കാരണം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും തന്നെ ഡെവലപ്മെൻറ്റിൽ നിന്ന് പുറകോട്ട് പോകാൻ പോകുന്നില്ല. ഗവൺമെൻറ് കൂടുതൽ ട്രസ്റ്റ് കൊടുക്കാൻ പോവാണ്. മാർക്കറ്റിൽ നെഗറ്റീവ് റിയാക്ഷനും മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരാം. തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നേറിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ മാർക്കറ്റിൽ ഇനിയും ഒരു പക്ഷേ വന്നേക്കാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.